ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും പവർഫുള്ളായ 2 ടാബ്ലറ്റുകളുടെ കമ്പാരിസനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. M1 പ്രോസസ്സറുള്ള 11-ഇഞ്ച് ഐപാഡ് പ്രോയും 4th ജനറേഷൻ ഐപാഡ് എയറും. ഈ വീഡിയോയിൽ 2 ടാബ്ലറ്റുകളുടെയും ഗുണങ്ങളും ദോഷങ്ങളെ പറ്റിയും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഒരു പുതിയ ചാനലായതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് യൂട്യൂബിൽ ഈ ഒരു വീഡിയോ എത്തുവാനായി നിങ്ങളുടെ ലൈക്കുകളുടെയും കമന്റുകളുടെയും ആവശ്യം വളരെ കൂടുതലാണ്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും ടെക്നോപ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഈ 2 ടാബ്ലറ്റുകളുടെയും ബോക്സിനകത്ത് എന്തൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. 2 ടാബ്ലറ്റുകളുടെയും ബോക്സിനകത്ത് ടാബ്ലറ്റ് കൂടാതെ ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിംഗ് കേബിളും ഒരു 20 വാട്ട്സിന്റെ ചാർജിംഗ് ബ്രിക്കുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ സാധാരണയായി വരുന്ന മാനുവലും 2 ആപ്പിളിന്റെ സ്റ്റിക്കേഴ്സും ഇതിനകത്ത് കാണാൻ കഴിയും. ആദ്യം നമുക്ക് ഐപാഡ് എയറിന്റെ ഡിസൈനിൽ നിന്ന് തുടങ്ങാം. ഐപാഡ് എയറിന്റെ ഒരു വശത്തായിട്ട് ആപ്പിൾ പെൻസിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ചാർജിംഗ് ഡോക്കും വോളിയം റോക്കേഴ്സും കാണാൻ കഴിയും. മുകളിലായി ടച്ച് ID അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉള്ള ഒരു പവർ ബട്ടണും 2 സ്പീക്കർ ഗ്രില്ലുകളും കാണാൻ കഴിയും. ഈ 2 സ്പീക്കർ ഗ്രില്ലിനകത്ത് ഒരെണ്ണം മാത്രമാണ് യഥാർത്ഥത്തിൽ സ്പീക്കർ ആയിട്ടുള്ളത്, മറ്റൊരെണ്ണം ഡമ്മിയാണെന്ന് മാത്രം. 2 സ്പീക്കർ ഗ്രില്ലുകളുടെ ഇടയിലായി ഒരു മൈക്രോഫോൺ കാണാൻ കഴിയും. മറ്റൊരു വശത്ത് ഒന്നും തന്നെ ഇല്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഐപാഡിന്റെ താഴെയായി ഒരു ടൈപ്പ് സി ചാർജിംഗ് കണക്ടറും 2 സ്പീക്കർ ഗ്രില്ലും കാണാൻ കഴിയും. 2 സ്പീക്കർ ഗ്രിൽ ഉണ്ടെങ്കിൽ തന്നെയും ഒരെണ്ണത്തിൽ മാത്രമാണ് സ്പീക്കർ ഉള്ളത്, മറ്റൊരെണ്ണം പൂർണ്ണമായി ഡമ്മിയാണ്. ഒരു അലൂമിനിയം കേസിംഗിൽ നിർമ്മിച്ചിരിക്കുന്ന ഐപാഡ് എയറിന്റെ പുറകുവശത്തായി ഒരു 10 മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറയും ഒരു മൈക്രോഫോണും നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ഐപാഡ് പ്രോയുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു വശത്ത് ആപ്പിൾ പെൻസിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു മാഗ്നറ്റിക് കണക്ടർ ഡോക്കും വോളിയം റോക്കേഴ്സും നമുക്ക് കാണാൻ കഴിയും. മുകളിലായിട്ട് ടച്ച് സെൻസർ ഇല്ലാത്ത ഒരു സാധാരണ പവർ ബട്ടണും 2 സ്പീക്കർ ഗ്രില്ലും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ 2 വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ 2 സ്പീക്കർ ഗ്രില്ലിലും യഥാർത്ഥത്തിൽ സ്പീക്കർ തന്നെയാണ്. ഐപാഡ് എയറിലുള്ളതുപോലെ ഒരു ഡമ്മി സ്പീക്കർ ഗ്രില്ലല്ല ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ മുകളിലായി നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് 2 മൈക്രോഫോൺ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ പവർ ബട്ടന്റെ കാര്യത്തിൽ വരുമ്പോൾ ഐപാഡ് എയറിലെ പവർ ബട്ടൺ കുറച്ച് വീതിയും നീളവും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഐപാഡ് എയറിലെ പവർ ബട്ടൺ ആണ് കുറച്ചുകൂടി ക്ലിക്കി ആയിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റൊരു വശത്ത് ഐപാഡ് എയറിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നെങ്കിൽ ഐപാഡ് 11 പ്രോയിൽ നമുക്കൊരു മൈക്രോഫോൺ കാണാൻ കഴിയും. ഐപാഡിന്റെ താഴെയായി 2 സ്പീക്കർ ഗ്രില്ലും നടുഭാഗത്ത് ഒരു തണ്ടർബോൾട്ട് ടൈപ്പ് സി കണക്ടറും കാണാൻ കഴിയും. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഐപാഡ് പ്രോയിൽ മൈക്രോഫോണിന്റെ എണ്ണം കൂടുതലാണ്. 2, ഐപാഡ് എയറിൽ 2 സ്പീക്കർ മാത്രമാണ് ഉള്ളതെങ്കിൽ ഐപാഡ് പ്രോയിൽ 4 സ്പീക്കർ ലഭ്യമാണ്. ഐപാഡ് എയറിൽ ഉള്ളതുപോലെ തന്നെ ഒരു അലൂമിനിയം കേസിംഗിൽ കൊടുത്തിരിക്കുന്ന ഐപാഡ് 11 പ്രോയുടെ പുറകുവശത്തായിട്ട് ഐപാഡ് എയറിൽ ഉള്ളതുപോലെ തന്നെ 12 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ക്യാമറയും 10 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും കാണാൻ കഴിയും. ഇത് കൂടാതെ ഐപാഡ് എയറിൽ കാണാത്ത ഒരു ലിഡാർ സെൻസറും ഫ്ലാഷ് ലൈറ്റും ഐപാഡ് പ്രോയിൽ നമുക്ക് ലഭ്യമാണ്. ഇനി ഈ 2 ടാബ്ലറ്റുകളുടെയും ഡയമെൻഷൻസിൽ വരുമ്പോൾ 2 ടാബ്ലറ്റുകളുടെയും നീളവും വീതിയും സെയിം തന്നെയാണ്. പക്ഷേ വ്യത്യാസം വരുന്നത് തിക്നെസ്സിന്റെ കാര്യത്തിലാണ്. ഐപാഡ് പ്രോയുടെ തിക്നെസ് ഐപാഡ് എയറിനേക്കാളും കുറവാണ്. ഇങ്ങനെ തിക്നെസ് കുറവുള്ള ഐപാഡ് പ്രോയുടെ ഈ ഭാഗത്ത് നടുവിലായി കൊടുത്തിരിക്കുന്ന മൈക്രോഫോണാണ് എനിക്ക് ഈ ഒരു ടാബ്ലറ്റിന്റെ ഏറ്റവും വലിയ പോരായ്മയായി തോന്നിയിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ അറിയാം, ഈ ടാബ്ലറ്റിന്റെ ഒത്ത നടുക്കായിട്ടാണ് മൈക്രോഫോൺ കൊടുത്തിരിക്കുന്നത്, അതും ഏറ്റവും തിക്നെസ് കുറവുള്ള ഭാഗത്ത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് ഇതാണ്. അതായത് ഈ ഒരു ടാബ്ലറ്റ് പെട്ടെന്ന് ബെൻഡായി പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഐപാഡ് എയറിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു മൈക്രോഫോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്രയും പേടി വേണ്ട. മാത്രമല്ല ഐപാഡ് പ്രോവിനേക്കാളും കുറച്ച് തിക്നെസ് കൂടുതലാണ് ഐപാഡ് എയറിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു കാര്യം ഞാൻ എടുത്ത് പറയട്ടെ, നിങ്ങൾ ഐപാഡ് 11 പ്രോ വാങ്ങുന്നവരാണെങ്കിൽ ഒരിക്കലും ഇതുപോലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കേസുകൾ വാങ്ങരുത്. കാരണം അത് ബെൻഡിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷനും നൽകില്ല. ബെൻഡിങ്ങിനെതിരായിട്ട് എന്തെങ്കിലും ചെറിയൊരു റെസിസ്റ്റൻസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഹാർഡ് കേസ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങാവുന്നതാണ്. എന്തായാലും ഐപാഡ് 11ന്റെ കാര്യത്തിലും ഐപാഡ് പ്രോയുടെ കാര്യത്തിലും ഇത്രയും തിക്നെസ് കുറവായതുകൊണ്ട് തന്നെ ഇതുപോലൊരു ഹാർഡ് കേസ് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇനി നമുക്ക് ഈ 2 ഐപാഡുകളുടെയും മുൻവശത്തേക്ക് വരാം. ഐപാഡ് എയറിൽ 10.9 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് കാണാൻ കഴിയുന്നത്. ഒരേ നീളവും ഒരേ വീതിയുമായിട്ട് ചെറിയൊരു സ്ക്രീൻ നൽകുന്നത് കൊണ്ട് തന്നെ കുറച്ച് ബെസൽസ് കൂടുതലാണ് ഐപാഡ് എയറിൽ ഐപാഡ് പ്രോയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേ ഇത് 2 ഡിവൈസുകൾ അടുത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷത്തിൽ ഇതൊരു പ്രശ്നമായിട്ട് കരുതേണ്ടതില്ല. മറ്റൊരു പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് ഐപാഡ് എയറിന്റെ ഫ്രണ്ട് ക്യാമറ 7 മെഗാ പിക്സൽ ആണെങ്കിൽ ഐപാഡ് 11 പ്രോയുടെ ഫ്രണ്ട് ക്യാമറ 12 മെഗാ പിക്സലാണ്.
ഇതുകൂടാതെ ട്രൂ ഡെപ്ത് ക്യാമറയാണ്, അതായത് പോർട്രേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ അൾട്രാ വൈഡ് ക്യാമറ കൂടിയാണ്. മറ്റൊരു പ്രധാന വ്യത്യാസം ഐപാഡ് എയറിൽ ഒരു ടച്ച് ID അല്ലെങ്കിൽ ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ ഉള്ള ഒരു പവർ ബട്ടൺ ആണ് നൽകിയിരിക്കുന്നതെങ്കിൽ ഐപാഡ് 11 പ്രോയിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് ഫേസ് ID ആണ്. പക്ഷേ ഈ ഒരു പൊസിഷനിൽ ഞാൻ അത്ര ഹാപ്പി അല്ല. കാരണം നമ്മൾ ലാൻഡ്സ്കേപ്പിൽ ഈ ഒരു ടാബ്ലറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ എപ്പോഴും ഈ ഒരു ഫേസ് ID ഉള്ള ഭാഗത്ത് കവർ ചെയ്യും. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ സമയത്തും നമ്മുടെ കൈകൾ കവർ ആയതുകൊണ്ട് തന്നെ ഈ ഫേസ് ID പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൈ മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഐപാഡ് 11 പ്രോയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടാത്തത് ഈ ഒരു ക്യാമറയുടെയും ഫേസ് IDയുടെയും പൊസിഷനാണ്. ഇതൊരു സൈഡിൽ വശത്ത് കൊടുക്കുന്നതിന് പകരം മുകളിൽ നടുഭാഗത്തായി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇനി ഈ രണ്ട് ടാബ്ലറ്റുകളും സപ്പോർട്ട് ചെയ്യുന്ന ആക്സസറീസിനെ പറ്റി പറയുമ്പോൾ ഐപാഡ് 11 പ്രോയിൽ ഒരു തണ്ടർബോൾട്ട് കണക്ടറാണുള്ളത്. അതുകൊണ്ട് തന്നെ SSD ആയിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഐപാഡ് 4th ജനറേഷനിൽ ഒരു ടൈപ്പ് C കണക്ടറാണ് നൽകിയിരിക്കുന്നത്. രണ്ട് ടാബ്ലറ്റുകളിലും സെക്കൻഡ് ജനറേഷൻ ആപ്പിൾ പെൻസിലും ആപ്പിളിൻ്റെ മാജിക് കീബോർഡും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഹൈറ്റും വിഡ്ത്തും സെയിം ആണെങ്കിൽ തിക്നെസ്സിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അധികമൊന്നുമില്ല, ഒരു 0.2 ഇഞ്ചസ് മാത്രമാണ് നമുക്ക് ഡിഫറൻസ് ആയിട്ട് കാണാൻ കഴിയുന്നത്. അതുകൂടാതെ വെയിറ്റിന്റെ കാര്യത്തിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഐപാഡ് പ്രോയുടെ വെയിറ്റ് 466 ഗ്രാം ആണെങ്കിൽ ഐപാഡ് എയറിന്റെ വെയിറ്റ് 458 ഗ്രാം മാത്രമാണ്. പക്ഷേ ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട വലിയൊരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് പ്രധാനമായി കാര്യമാക്കേണ്ട ചില വ്യത്യാസങ്ങളായിട്ട് തോന്നേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രോസസ്സറാണ്. ഐപാഡ് 11 പ്രോയിൽ നൽകിയിരിക്കുന്നത് ആപ്പിളിന്റെ iMac പോലുള്ള ഡെസ്ക്ടോപ്പിൽ കൊടുത്തിരിക്കുന്ന M1 പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് 8GB റാമും 8 കോർ CPUവും 8 കോർ GPUവുമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഐപാഡ് എയറിനകത്ത് 4GB റാം മാത്രമാണ് ഉള്ളത്. കൂടാതെ iPhone 12ൽ നൽകിയിരിക്കുന്ന A14 പ്രോസസ്സറുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന വ്യത്യാസമുള്ള ഒരു ഏരിയയാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഐപാഡ് 11 പ്രോയിൽ 11 ഇഞ്ചിന്റെ സ്ക്രീനാണ് നൽകിയിരിക്കുന്നത് എങ്കിൽ ഐപാഡ് എയറിൽ 10.9 ഇഞ്ചിന്റെ സ്ക്രീനാണ് നൽകിയിരിക്കുന്നത്. ഈ രണ്ട് സ്ക്രീനിന്റെയും റെസൊല്യൂഷനിൽ ചെറിയൊരു വ്യത്യാസം മാത്രമാണുള്ളത്. പക്ഷേ രണ്ടിനും 264 പിക്സൽ പെർ ഇഞ്ച് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് സ്ക്രീനിനകത്തും ഒരേ ഷാർപ്നെസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്ക്രീനിന്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഐപാഡ് 11 പ്രോയിൽ 120 Hz വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോ മോഷൻ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഐപാഡ് എയറിൽ 60 Hzന്റെ ഒരു സാധാരണ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഐപാഡ് 11 പ്രോയുടെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് മാക്സിമം 600 നിറ്റ്സ് ആണെങ്കിൽ ഐപാഡ് എയറിൽ ഇത് 500 നിറ്റ്സ് മാത്രമാണ്. ഐപാഡ് എയർ യൂസ് ചെയ്തപ്പോൾ പല സാഹചര്യത്തിലും കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഐപാഡ് പ്രോയുടെ കാര്യത്തിൽ ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഞാൻ ശരിക്കും സന്തുഷ്ടനാണ്. ഇത്രയും വ്യത്യാസങ്ങളല്ലാതെ ബാക്കി രണ്ട് സ്ക്രീനിലും കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ട് സ്ക്രീനകത്തും ഫിംഗർ പ്രിന്റ് റെസിസ്റ്റന്റ് ഓളിയോഫോബിക് കോട്ടിംഗ് നൽകിയിട്ടുണ്ട്. രണ്ട് സ്ക്രീനും ഫുള്ളി ലാമിനേറ്റഡ് ആണ്. രണ്ട് സ്ക്രീനകത്തും ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് നൽകിയിട്ടുണ്ട്. രണ്ട് സ്ക്രീനും വൈറ്റ് കളർ ഡിസ്പ്ലേ കളർ ഗ്യാമറ്റ് ഉള്ളതാണ്. രണ്ട് സ്ക്രീനിലും ട്രൂ ടോണും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഞാൻ രണ്ട് ഐപാഡുകളുടെയും വ്യത്യാസങ്ങളെ പറ്റിയും സാമ്യതകളെ പറ്റിയും പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ഐപാഡ് 4th ജനറേഷന്റെ 256GB വൈഫൈ മാത്രമുള്ള ഐപാഡിന്റെ വില എന്ന് പറയുന്നത് 68,900 രൂപയാണ്. ഇത് ഓഫർ സമയങ്ങളിൽ ഏകദേശം 58 വരെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഐപാഡ് ആമസോണിൽ നിന്ന് വാങ്ങിയത് ഏകദേശം 58,000 രൂപയ്ക്കാണ്. മറുവശത്തായിട്ട് ഐപാഡ് പ്രോ 11 ഇഞ്ചിന്റെ 256GB ഏകദേശം 80,900 രൂപയാണ്. ഓഫർ എല്ലാം കൂടെ കഴിഞ്ഞാൽ ഏകദേശം 78,000 രൂപയ്ക്ക് ലഭിക്കും. അതിന്റെ കൂടെ ഒരു 4,000 രൂപ HDFCയുടെ ക്യാഷ് ബാക്കും കൂടെ ലഭിച്ചാൽ ഏകദേശം 74,000 രൂപയ്ക്ക് ഈ ഒരു ഐപാഡ് 11 പ്രോ ലഭിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് ടാബ്ലറ്റുകളുടെയും വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം 12,000 രൂപ തൊട്ട് 14,000 രൂപ വരെയാണ്. പക്ഷേ ഈ 12,000 രൂപ തൊട്ട് 14,000 രൂപ വരെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടതായ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ആദ്യം പ്രോസസ്സറിൽ നിന്ന് തുടങ്ങാം. ഐപാഡ് 11 പ്രോയ്ക്ക് ഒരു M1 പ്രോസസ്സർ നൽകിയിട്ടുണ്ടെങ്കിലും ഐപാഡ് OS പല സോഫ്റ്റ്വെയറുകളും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു ഡെസ്ക്ടോപ്പിൽ കൊടുത്തിരിക്കുന്ന അതേ പ്രോസസ്സർ തന്നെയാണ് ഐപാഡ് പ്രോയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഡെസ്ക്ടോപ്പിൽ ലഭ്യമായിട്ടുള്ള അത്രയും പ്രോസസ്സിംഗ് കപ്പാസിറ്റി ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ M1 പ്രോസസ്സർ എന്ന് പറയുന്നത് വലിയൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
പക്ഷേ ഒരു പ്രാക്ടിക്കൽ രീതിയിൽ ഒരു വ്യത്യാസം എനിക്ക് കണ്ടിട്ടുള്ളത് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ സമയത്താണ്. ഞാൻ ഈ ചാനലിലിടുന്ന എല്ലാ വീഡിയോകളും എഡിറ്റ് ചെയ്യുന്നത് ഐപാഡിൽ തന്നെയാണ്. ആദ്യം ഐപാഡ് എയറിൽ എഡിറ്റ് ചെയ്തപ്പോൾ 3 ലെയറുള്ള 4K വീഡിയോ ഫുട്ടേജസ് ഇടുമ്പോൾ ടൈം ലൈനിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ തന്നെയും എക്സ്പോർട്ട് ചെയ്യാൻ നേരം ഐപാഡ് ശരിക്കും ക്രാഷ് ആവുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ M1 ഐപാഡിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം 3 ലെയറുള്ള 4K വീഡിയോസ് ഒന്നും M1 പ്രോസസ്സറിന് ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അത് മാത്രമാണ് എനിക്ക് M1 പ്രോസസ്സറിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഹെവി ഡ്യൂട്ടി ടാസ്ക് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം M1 പ്രോസസ്സർ എന്നതിന്റെ ഗുണമേന്മ നോക്കിയാൽ മതി. മറ്റൊരു കാര്യമാണ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന പ്രോ മോഷൻ ടെക്നോളജി. പക്ഷേ ഇതൊരു ഡേ ടു ഡേ ടാസ്കിന് വലിയൊരു ഗുണമേന്മയുള്ള ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് പേജസ് സ്ക്രോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആനിമേഷൻസ് ഒക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് തോന്നും. പക്ഷേ അതിന് ഈ ഒരു 12,000 അല്ലെങ്കിൽ 14,000 രൂപയുടെ ഒരു ഡിഫറൻസ് കൊടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വരുന്ന ഡിഫറൻസ് ആണ് ക്യാമറയുടെ കാര്യത്തിൽ. ക്യാമറ ഫ്രണ്ടിൽ എന്തായാലും ഒരു അൾട്രാ വൈഡ് ക്യാമറ കൊടുത്തിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ആപ്പിൾ പറഞ്ഞ മറ്റൊരു പ്രധാന വ്യത്യാസമാണ് ഒരു തണ്ടർബോൾട്ട് കണക്ടറും സാധാരണ ഒരു ടൈപ്പ് സി കണക്ടറും എന്നുള്ളത്. 6K റെസൊല്യൂഷൻ വരെ സപ്പോർട്ടുള്ള ഡിസ്പ്ലേ iPad 11 Proയിൽ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ പോലും ആ ഒരു ഡിസ്പ്ലേ കണക്ട് ചെയ്യുമ്പോൾ 2 വശത്തായിട്ട് വലിയൊരു ബ്ലാക്ക് ലെറ്റർ ഹെഡ്സ് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഒന്നും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് അതുപോലെ ഒരു പോർട്ട് കൊടുത്തതിന്റെ ഗുണം എവിടെയാണ് കിട്ടുന്നത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം SSD ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. iPad 11 Proയിലും iPad Airലും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഫയൽ ട്രാൻസ്ഫർ നടക്കുന്നത്. പിന്നെ പ്രധാന വ്യത്യാസങ്ങളായി വന്നിരിക്കുന്നത് ലിഡാർ സെൻസറാണ്. ലിഡാർ സെൻസറിന്റെ പ്രായോഗിക തലത്തിലുള്ള ഉപയോഗം എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ എനിക്കത് വലിയൊരു വാല്യൂ ആഡ് ചെയ്യുന്നില്ല. കൂടാതെ സെല്ലുലാർ വേർഷൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ iPad 11 Pro 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ iPad Airൽ 4G മാത്രമാണ് ഉള്ളത്. ഇതും നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ അവസാനമായി ഞാനൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ഓപ്പറേഷൻസും നടത്താൻ iPad Air 4th ജനറേഷൻ ധാരാളമാണ്. പക്ഷേ നിങ്ങളിലെ 90% ആൾക്കാർക്കും ഞാൻ iPad 11 Pro സജസ്റ്റ് ചെയ്യില്ല. iPad Air തന്നെ ഏറ്റവും നല്ലൊരു ടാബ്ലറ്റ് ആണ്, ഏറ്റവും നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.